എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സുർബിയാൻ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് കാണാം. ഇതിനായി ഞാനിവിടെ 2 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 4 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഈ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് ഗ്രാമ്പുമാണ്. ഒരു 6 or 7 ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വലിയ കഷ്ണം പട്ട എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ബേ ലീഫ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഷാജീരകമാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ ഒരു 5 ഏലക്ക കുരു കളഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണിക്ക് ഇതൊക്കെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയി മിക്സ് ചെയ്ത ശേഷമാണ് ഓർമ്മയായത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് സെറ്റാക്കിയ ശേഷം കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. 6-7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ആക്കാം. ഇപ്പോൾ ഞാനിവിടെ 7 സവാള വളരെ തിന്നായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായ ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളി കരിഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പായിട്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ഉള്ളി കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഈ രീതിയിൽ എല്ലാതും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഓയിലിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി വേവിക്കാൻ വെച്ച ബീഫ് ഒന്ന് തുറന്ന് നോക്കാം. ഞാനിവിടെ 8 വിസിൽ അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ചേരുന്ന സമയത്ത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് തന്നെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം. ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം ഉള്ളി ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 or 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുഴുവനായിട്ട് തന്നെ ചേർത്താൽ മതി. ഞാനിവിടെ കുരു ഇല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ്. കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇവിടെ ബീഫിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട്. അരി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഞാനിവിടെ 6 കപ്പോളം ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ചതാണ്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതിന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മൂടി വെച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നെയ്ച്ചോറ് വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ റൈസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ദമ്മിടാനായി വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ ബീഫിൻ്റെ മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും എത്തുന്നത് പോലെ നന്നായി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ചോറ് കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായി നേരത്തെ ഗാർണിഷിങ്ങിനായി മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നടുവിൽ നമ്മളൊരു പാത്രം സ്മോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതുകൊണ്ട് നടുവിലായിട്ട് ചേർക്കണ്ട. ഇനി ഇതുപോലൊരു പാത്രത്തിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചിരട്ട കത്തിച്ചെടുത്തതാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വേഗം തന്നെ മൂടി അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറോളം ഞാൻ ദമ്മിടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കി നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി റൈസും അടിയിലെ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ എല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ കൊടുത്ത മെഷർമെൻറ്റൊക്കെ കറക്റ്റ് അളവിലെടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ ഇൻ അനദർ വീഡിയോ.